കേസിന്റെ വിധി വരുന്നതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ വലിയ ടെൻഷനിലായിരുന്നു. ഒടുവിൽ വീട് തിരിച്ചു കിട്ടിയെന്നറിഞ്ഞപ്പോഴാ എനിക്കൊരു സമാധാനമായത്. അതോടെ ഞങ്ങളുടെ മനസ്സമാധാനം പോയി. അതെന്തിനാ നിങ്ങളുടെ മനസ്സമാധാനം പോകുന്നത്? അവർക്ക് ആ വീട് തിരിച്ചു കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ഓ, എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. ഇതുകൊണ്ട് നഷ്ടമുണ്ടായത് ശരിക്കും അപർണയ്ക്കും ബാലുവിനുമാ. കുറച്ചുകൂടി നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള അവസരം നഷ്ടമായി. എനിക്ക് മനസ്സിലായില്ല. അതെന്താ നിനക്ക് മനസ്സിലാവാത്തത്? ആ വീട് നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് താമസിക്കാനായിട്ട് ഒരു പുതിയ ഫ്ലാറ്റ് നോക്കുന്നുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോ അത് വേണ്ടല്ലോ. ഫ്ലാറ്റിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല സൗകര്യങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതാ സന്ദീപേട്ടൻ ഉദ്ദേശിച്ചത്. അതെ, അത് സത്യം തന്നെയാ. ഇനിയിപ്പോ അതിനായിട്ടുള്ള ഓട്ടോ ഒക്കെ തീരും. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറയുന്നത് പോലെ വീണ്ടും ആ ഒറ്റ വീട് കോളനിയിലേക്ക്. കഷ്ടം. ആ വീട് നഷ്ടപ്പെട്ട വഴിയാധാരമാവുന്നുള്ള പേടിയിലാണല്ലോ അവര് പുതിയ ഫ്ലാറ്റ് നോക്കാൻ ഇറങ്ങി തിരിച്ചത്. ആ പ്ലാൻ ഇനി എന്തായാലും ഗോവിന്ദ. അവിടെ പോയി നരകിക്കാനായി ഇവളുടെ വിധി. എന്തായാലും അനുഭവിക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ? എന്തിനാ ഇങ്ങനെ മനുഷ്യരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്? അവര് പാവപ്പെട്ടവരായിരിക്കും, ഒരു ചെറിയ വീട്ടിലായിരിക്കും ഇത്രയും കാലം താമസിച്ചത് എന്ന് കരുതി അവരാരും അഭിമാനമില്ലാത്തവരോ സംസ്കാരമില്ലാത്തവരോ അല്ല. പണമുള്ളത് കൊണ്ടോ മണിമാളികളിൽ താമസിച്ചത് കൊണ്ടോ അന്തസ്സും സംസ്കാരവും ഉണ്ടാവണമെന്നില്ല. അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ ആത്മാഭിമാനം നിങ്ങളെപ്പോലുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. വേണ്ട പപ്പ, വിട്ടേക്ക്. എന്തിനാ വെറുതെ ഈ അൺവാണ്ടഡ് ആർഗ്യുമെന്റ്സ്? അനാവശ്യമായ സംസാരങ്ങള് നമുക്ക് ഒഴിവാക്കാം. എന്റെ ജീവിതത്തെക്കുറിച്ചല്ലേ നിങ്ങളൊക്കെ ഈ സംസാരിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ആ വീടും അവിടെയുള്ള മനുഷ്യരും എനിക്ക് കംഫർട്ടബിളാ. ഇത്രയും കാലം അവര് ജീവിച്ച ആ വീട് അവർക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള സന്തോഷത്തോടൊപ്പം നിൽക്കാനാ എനിക്കിഷ്ടം. കോളനിയിലെ വീട് തിരിച്ചു കിട്ടിയെന്ന് വെച്ച് ഫ്ലാറ്റിനായിട്ടുള്ള അന്വേഷണം മതിയാക്കുമൊന്നും വേണ്ട. എന്തായാലും അങ്ങനെ ഒരു മാറ്റത്തിന് നീ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു. ഒരുപക്ഷെ നീ അവിടെ പോയി നിന്നിട്ട് നിനക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ആ കോളനിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ബാലുവായിട്ട് ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കാം. സോ അടിയന്തരമായിട്ട് ഒരു ഫ്ലാറ്റ് കണ്ടുപിടിച്ച് ഫൈനലൈസ് ചെയ്ത് വെക്കുക. നിങ്ങൾ അവിടെ താമസിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. റെന്റ് ഞാൻ പേ ചെയ്തോളാം. ഇതൊക്കെ മമ്മിയുടെ ഇമാജിനേഷൻസ് അല്ലേ? എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളതോ അല്ലാത്തതോ ആയ ഒരു കാര്യത്തിന് ഇന്നേ മുൻകരുതലെടുക്കേണ്ട ആവശ്യമുണ്ടോ മമ്മി? അതുമാത്രമല്ല, അങ്ങനെ ഒരു കാര്യം എനിക്ക് ബാലുവുമായി ആലോചിക്കാതെ ചെയ്യാനും പറ്റില്ല. നിന്നെക്കാളും ഒരുപാട് ജീവിതം കൂടുതൽ കണ്ടതാ ഞാൻ. അത്തരമൊരു സാഹചര്യം നീ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും അധികം താമസിയാതെ. മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, എന്താ? അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. എക്സാക്ട്ലി. ചൊറിയുമ്പോ അറിയല്ലോ, അപ്പൊ നോക്കാം. ഈശ്വര, അമ്മയുടെ ഫോണിൽ മെസ്സേജ് വന്നല്ലോ. ആ വൃത്തിയായിട്ട് ഇത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. മോളെ മീനാക്ഷി, അമ്മേന്റെ ഫോണിലെ മെസ്സേജ് വന്നു നോക്കിയേ. രക്ഷപ്പെട്ടു. അവനയച്ച വീഡിയോ അല്ല. അവനാ വീഡിയോ അമ്മയ്ക്ക് എങ്ങനെ അയച്ചു കൊടുത്തിരുന്നെങ്കിൽ അമ്മ എന്നെ കൊന്നു കൊല വിളിച്ചേനെ.
നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. എന്നിട്ടാണോ നിന്റെ മുഖം ഇങ്ങനെ വളരെ വെളുത്ത് നിൽക്കുന്നു? പറ മീനു, എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാ? 2 ദിവസമായിട്ട് അമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുക. എന്നാ പെണ്ണെ, എന്നാ പറ്റി എനിക്ക്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ അമ്മേ? അതല്ല, എന്തോ ഉണ്ട്. എന്നാ അമ്മയോട് പറ, അമ്മേന് പരിഹാരം ഉണ്ടാക്ക. എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല. ഇന്ന് അമ്മ ഉണ്ടാക്കിയ കറികൾക്കൊക്കെ നല്ല രുചിയായിരുന്നു. അതുകൊണ്ട് മനസ്സറിയാതെ ഞാൻ ഒരുപാട് കഴിച്ചു. എന്റെ വയറ് കണ്ടോ, വല്ലാതെ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ എനിക്ക് ഉറക്കം വരുന്നു. ഓ, അതാ കാര്യം. എന്നാ നീ പോയി കിടന്നുറങ്ങിക്കോ. ഇനി രാത്രി ഒരുപാട് ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഒരു ക്ഷീണം വേണ്ട. ചെല്, പോയി കിടന്നു. ഓളം മനസ്സിൽ വേറെന്തോ ഉണ്ട്, അതുറപ്പാ. പക്ഷെ എന്താ ഓളോ അത് പറയാൻ മടിക്കുന്നത്? ഹലോ, നീ ബിയർ കുപ്പിയും പിടിച്ച് ആ പാർട്ടിയിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നത് കാണാൻ എന്ത് രസമായിരുന്നു. സൂരജ്, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്സ്. ഞാൻ ബിയർ കുപ്പി കൈ പിടിച്ചു എന്നുള്ളത് നേരാ, പക്ഷെ ഞാൻ ഡാൻസ് ഒന്നും ചെയ്തിട്ടില്ല. മതി, നീ ബിയർ കുപ്പി കയ്യിൽ പിടിച്ച വീഡിയോ മാത്രം മതി. നീ ബിയർ കുടിച്ച് ഡാൻസ് ചെയ്തൊന്ന് വരുത്തി തീർക്കാം. നീ കളിക്കല്ലേ സൂരജേ? ശരിക്കുള്ള കളി ഞാൻ തുടങ്ങിയിട്ടില്ല. നീ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോടി. എന്റെ വീട്ടിൽ വന്ന് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തതാ നീ. അതിന് നിന്നെ കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിക്കും. സ്കൂളിലെ എല്ലാവരും നോക്കി നിൽക്കേ, നീ എന്നോട് മാപ്പ് പറയും. ലുക്ക് സൂരജ്, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യിലിരിപ്പിന് കൂടുതൽ കൊണ്ടാ. ദയവ് ചെയ്തതിനെ ശല്യപ്പെടുത്തരുത്. നീ ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്കൂളിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ കരയണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് നിനക്കറിയാലോ. എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തി ജയിക്കാന്ന് നീ കരുതണ്ട. ഭീഷണി തന്നെയാ, അതെ. അത് വെച്ച് ഞാൻ ജയിക്കുകയും ചെയ്യും. പാർട്ടിക്കിടയിൽ ബിയർ ബോട്ടിലും കയ്യിൽ പിടിച്ച് കറങ്ങുന്ന വീഡിയോയും ഫോട്ടോയും നാട്ടിലെയും സ്കൂളിലെയും എല്ലാ ഗ്രൂപ്പിലും നിറയും. എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കും. ഹലോ സൂരജ്, കറി വേണ? ആഹാ, ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? അടുത്ത പീരീഡ് ക്ലാസ് ടെസ്റ്റ് ആണേ. ഓർമ്മയുണ്ട് മോനെ, എന്റെ നെഞ്ചടിക്കുന്നത് എന്റെ കാതില് കേക്കാം. ഈ പരീക്ഷയ്ക്ക് ഒരു സൈക്കോളജി ഉണ്ട്. എന്നെ പോലെ എല്ലാം അറിയാമെങ്കിലും ടെൻഷനില്ല. ഈ അമീറിനെ പോലെ ഒന്നും അറിഞ്ഞൂടെങ്കിലും ടെൻഷനില്ല. പിന്നെ ആന്റിയെ പോലെ കുറച്ചൊക്കെ അറിയുമ്പോഴാ ടെൻഷൻ. ഒന്ന് പോയെ, ഈ വീക്കിലി ടെസ്റ്റിലെ 1/2 മാർക്കെങ്കിലും ഞാൻ നിന്നേക്കാൾ കൂടുതൽ വാങ്ങിച്ചിരിക്കും. നോക്കിക്കോ. അതില് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ സുധാമണി ആന്റി എന്നെക്കാളും 1/2 മാർക്കെങ്കിലും കൂടുതൽ വാങ്ങിക്കണം. അങ്ങനെ സംഭവിച്ചാൽ എന്റെ അമ്മ ഉണ്ടാക്കിയ 50 ഉണ്ണിയപ്പം ആന്റിക്ക് എന്റെ വക ഗിഫ്റ്റ്.
ചെയ്യുമെന്ന് എനിക്കറിയാം. ഈ കാത്തുനിപ്പ് വെറുതെ ആവുന്ന തോന്നുന്നു. അവള് വരാനൊന്നും പോകുന്നില്ല. അഹങ്കാരം കണ്ടുപിടിച്ച പെണ്ണ അവള്. തോക്കി കയറി വെടിവെക്കാതടാ. അവളുടെ അഹങ്കാരമൊക്കെ അവളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അമ്മാതിരി പണിയല്ലടാ അവൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളരുത്. ഇപ്പൊ ഈ കൗൺസിലിംഗ് ഒക്കെ സ്കൂളിലുള്ളതുകൊണ്ട് അവള് നമുക്കെതിരെ പരാതിപ്പെട്ട കുടുംബം. അവൾ എവിടെയും പരാതി പറയില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന വീഡിയോയുടെ അപകടത്തെക്കുറിച്ച് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്കെതിരെ ഒരു ചെറു വിരൽ പോലും അവൾ അനക്കില്ല. ആകെ തന്നെ ഞാൻ കുളിരില്ലെന്ന് എന്റെ അമ്മ പറയാറുണ്ട്. എന്നുവെച്ചാ എന്താ നീ ഉദ്ദേശിച്ചത്? ഈ വീഡിയോ പറ്റിയുള്ള പേടി പോയാ അവള് നമുക്കെതിരെ ഒരു പേടിയും കൂടാതെ പരാതി കൊടുക്കും. പേടി പോയാലല്ലേ. ഇടയ്ക്കിടയ്ക്ക് അവളെ നമ്മൾ പേടിപ്പിച്ച് പേടിപ്പിച്ച് നിർത്തും. ഇപ്പൊ ദേ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നത് അതിന് പേടിപ്പിക്കാൻ. ദേ അവള് വരുന്നു. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? അവള് വന്നില്ലേ? ആ വാ മീനാക്ഷി. ഇവർക്ക് സംശയമായിരുന്നു നീ വരുമോന്ന്. ഞാൻ പറഞ്ഞു നീ ഉറപ്പായും വരുമെന്ന്. നീ നല്ല അനുസരണമുള്ള കുട്ടിയാണെന്ന എല്ലാവരുടെയും ധാരണ. ആ ധാരണ അങ്ങനെ തന്നെ നിൽക്കണം. എന്നെ കുറിച്ച് ആരും തെറ്റിദ്ധരിക്കില്ല. തെറ്റിദ്ധരിക്കരുത്. അതിനുള്ള വഴി മീനാക്ഷിയായിട്ടുണ്ടാക്കരുത്. അനുസരണ മാത്രമല്ല, നല്ല ബുദ്ധിയുണ്ട്. ബുദ്ധിമോശം കാണിക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നെ പിണക്കരുതെന്ന്. ഞാൻ എവിടെ വിളിച്ചാലും നീ വരും അല്ലേ മീനുകുട്ടി? ഓ എന്താ ഒരു ശൗര്യം. നീ പേടിക്കണ്ട മീനാക്ഷി. ആ വീഡിയോ ഞാൻ ഇതുവരെ മറ്റാരെയും കാണിച്ചിട്ടില്ല. സോഫാർ നീ സേഫാണ്. ആരോടെങ്കിലും എന്തെങ്കിലും തുറന്നു പറയണമെന്ന് നിനക്ക് തോന്നിയാലേ അപകടമുള്ളൂ. കിടന്ന് ബഹളം വയ്ക്കണ്ട. ഇത് ഞാനാ. ഞാനൊക്കെ പേടിച്ചുപോയി. പേടിച്ചു, പക്ഷെ പോയില്ല. അയ്യോ വലിച്ച തമാശ. അയ്യോ ഇതെന്തു പറ്റിയതാ? അതൊന്നുമില്ല. പറയടോ, എന്തു പറ്റിയതാ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പോവല്ലേ. ഇന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാനാ ഇത്രയും നേരം ഞാൻ ഇവിടെ കാത്തിരുന്നത്. ഓ കിട്ടിയില്ലേ? ഇനി ഞാൻ പൊക്കോട്ടെ. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ചോക്ലേറ്റ് എനിക്കിതൊന്നും വേണ്ട. അതെന്താ? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എഗ്രിമെന്റ് തപ്പിയെടുത്തത്. സമയത്ത് കോടതി കൊണ്ട് തന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോയ ആളല്ലേ നീ. കല്ലാ നിന്റെ മനസ്സില്. ഒക്കെ സെൽഫിഷാ നീ. ഐ എം റിയലി സോറി ഡിയർ. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. കിളി പോയി നിൽക്കുകയായിരുന്നു. സർവ്വതും കൈവിട്ടു പോയ ഒരു അവസ്ഥയിലായിരുന്നു. നീ വിളിച്ചപ്പോ കോടതി മുറിയുന്നു ഓടി പുറത്തേക്ക് വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ നീ അങ്ങനെ ഒരു പിടിവള്ളി എന്റെ കൈ കൊണ്ട് തന്നപ്പോ സത്യത്തിൽ ഞാൻ പരിസരം മറന്നുപോയി മോളെ. നീ ഇത് വാങ്ങണം. എന്നിട്ട് എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. എന്റെ പൊന്നല്ലേ. ഇത് തന്നെ എന്നെ ഒതുക്കാന്നൊന്നും വിചാരിക്കണ്ട. ഇത് വെറും സാമ്പിളാ. വലിയ ട്രീറ്റ് പുറകെ വരും. നിന്റെ നെറ്റിയിൽ ഇത് എന്തു പറ്റിയെന്ന് ഇപ്പോഴും നീ പറഞ്ഞില്ല. ഞാൻ ചെയ്ത പുണ്യപ്രവൃത്തിക്ക് ഇന്നലെ അച്ഛൻ തന്ന ചോക്ലേറ്റ് ഇത്. ഞാൻ പോട്ടെ. നേരം വൈകിയ അച്ഛന്റെ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും.
മീനാക്ഷിയെ കണ്ടില്ലല്ലോ. ഈ മീനു ഇതെന്താ വരാൻ വൈകുന്നേ? May I come in, ma'am? Yes, come in. ഈശ്വര, ഈ കുട്ടി പഠിച്ചൊന്നും അല്ലേ പരീക്ഷയ്ക്ക് വന്നിന്? അങ്ങനെയൊന്നും സംഭവിക്കല്ലേ ഈശ്വര, മോളെ കാത്ത് രക്ഷിക്കണേ. മാധുമ്മയ്ക്ക് വിരുന്നുകാരുണ്ട് കേട്ടോ. മാധുമ്മയുടെ യഥാർത്ഥ പേര് മാധവി രാമനാഥൻ എന്ന് ഇവര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇനിയിപ്പോ അമ്മയും മക്കളും സംസാരിക്കാൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അമ്മേ, അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഇത്രയും കാലം ഞങ്ങൾ അമ്മയെ അന്വേഷിച്ച് വരാതിരുന്നത് മനഃപൂർവ്വമല്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും അമ്മ അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. അമ്മ എന്നെ ശപിക്കരുത്. ഒരമ്മയ്ക്കും സ്വന്തം മക്കളെ ശപിക്കാൻ കഴിയില്ല. മാതാപിതാക്കളുടെ ജീവിതത്തിലെ വിരുന്നുകാരാണ് മക്കളെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. വിരുന്ന് വന്നവര് പോയാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ദൈവം മുകളിലേക്ക് അങ്ങ് വിളിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിച്ചല്ലേ പറ്റൂ. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിനൊക്കെ മാപ്പ് പറയാനും പ്രാശ്ചിത്തം ചെയ്യാനും വേണ്ടിയാ ഞങ്ങളിപ്പോ വന്നത്. ഞങ്ങള് കാരണം അമ്മയ്ക്കുണ്ടായ എല്ലാ മാനസിക വിഷമത്തിലും ഞാൻ മാപ്പ് ചോദിക്കുക. ഇനി അമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അമ്മ ഞങ്ങളോടൊപ്പം വരണം. അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ഇനിയുള്ള കാലം സന്തോഷത്തോടെ അമ്മ ഞങ്ങളുടെ കൂടെ ജീവിക്കണം.